ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഈദ് മുബാരക്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പെരുന്നാളിൻ്റെ അന്നത്തെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. പെരുന്നാളിൻ്റെ അന്ന് കാലത്ത് 5:40 നിസ്കാരം. അപ്പോൾ 5:15 ആയപ്പോൾ ഇറങ്ങുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ജുബ്ബയ്ക്ക് ഇട്ടൊരു കുഞ്ഞി ചെക്കൻ എൻ്റെ മടിയിലിരിക്കുന്നുണ്ട്. എല്ലാവരും പുതിയ ഡ്രസ്സ് ഇട്ട് എല്ലാവരും എന്താ പറയുക പെരുന്നാൾ നിസ്കാരം കുളിയൊക്കെ കുളിച്ച് ഒരുങ്ങി നമ്മൾ പള്ളിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈദ്ഗാഹ് കിട്ടിയില്ല നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് ഒരു പള്ളി കണ്ടപ്പോൾ അതിൽക്കട് കയറി. കാരണം ഭയങ്കര തിരക്ക് റോട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോൾ എത്തും എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല. ഓട്ടവും പാച്ചിലിട്ട് നടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഷെയ്ഖിൻ്റെ പള്ളിയിൽ കയറി നിസ്കരിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആ പള്ളിയിലേക്ക് കയറുന്നുണ്ടെങ്കിൽ ലേഡീസിന് മുകളിലും ഇവർക്ക് അടിയിൽ ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പള്ളിയിലേക്ക് പോയി കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ എനിക്കൊരു സുഡാനിക്കൂട്ടിനെ കിട്ടി. അപ്പോൾ അതിനായിട്ട് കുറച്ച് നേരം ഞാനിങ്ങനെ ഫോട്ടോസ് എടുത്ത് അതിങ്ങനെ അനങ്ങാണ്ടിരിക്കുകയുണ്ടായിരുന്നത്. മാഷാ അല്ലാഹ്. കാരണം എൻ്റെ ഒരെണ്ണം ഉള്ളത് എങ്ങനെ ഓടണമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇതിനിങ്ങനെ അനങ്ങാണ്ടിരുന്നപ്പോൾ ഭയങ്കര എനിക്ക് ക്യൂട്ടായിട്ട് തോന്നി. ഞാനതിന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാ. പിന്നെന്ന് പറയാനായിട്ട് നമ്മൾ ഈ ഒരു പെരുന്നാളെന്ന് പറയുമ്പോൾ കുറച്ച് വിഷമം കൂടിയുള്ള പെരുന്നാളാണ്. കഴിഞ്ഞ പെരുന്നാളിനുള്ള കുറേ പേരൊന്നും ഈ പെരുന്നാളിനില്ല. നല്ല വിഷമം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഈ ഒരു നിസ്കാരം കഴിഞ്ഞാൽ വീഡിയോ കോൾ വിളിച്ച് കാണുമ്പോൾ ഉള്ള ഒരു ഹാപ്പി ഫേസ് ഒന്നും കാണാത്ത വിഷമം ശരിക്കും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ എനിക്കടെ പെങ്ങൾ, എൻ്റെ ഉമ്മയുടെ ഉമ്മ, അങ്ങനെ നമുക്ക് വേണ്ടപ്പെട്ട ഉള്ള ആ ഒരു സർക്കിളുള്ളൊരു മരണപ്പെട്ടിട്ട് കഴിഞ്ഞ പെരുന്നാളിനില്ല ഉണ്ടായവർ ഈ പെരുന്നാളിനില്ല എന്നറിയുന്നൊരവസ്ഥ വല്ലാത്തൊരവസ്ഥയാണത്. എന്തായാലും അവരെ കബറിടം വിശലാക്കി കൊടുക്കട്ടെ, ആമീൻ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഒരു കാലിച്ചായ അടിക്കാമെന്ന് വെച്ചു. കാരണം 5:40 നിസ്കാരം 6 മണിയോടുകൂടി അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു ഫോട്ടോ നമ്മൾ കുറച്ച് വെറുപ്പിക്കൽസിന് വേണ്ടിയിട്ടൊക്കെ അങ്ങ് സൂക്കിൽ കയറി. കാരണം പള്ളിയിൽ എടുക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല. പള്ളിയായിട്ട് ശരിക്കും നമുക്ക് ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞ നഷ്ടത്തെ പോലെ പറ്റിയില്ല. അപ്പോൾ നമ്മളൊരു സൂക്കിൽ കയറി കാലിച്ചായ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തതിന് ശേഷം നമ്മൾ ബച്ചിക്കയുടെ കടയിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. അവിടെയാണ് നല്ല തിരക്ക്. ഞങ്ങളായിരുന്നു ലാസ്റ്റ് കസ്റ്റമർ. കാരണം അവിടെ പിന്നെ പൂട്ടി. ബ്രേക്ക്ഫാസ്റ്റ് നല്ല തിരക്കായിരുന്നു. അനക്കാണോ ബിരിയാണി ഉണ്ടാക്കിയത്? എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കണത്? ഗൈസ്, അനിക്ക ബിരിയാണി ഉണ്ടാക്കുന്നു. ഗൈസ്, അനിക്ക എങ്ങനെയാണ് ഇതുള്ളത് മസാല ഉള്ളത്? ഇത് പ്രേക്ഷകർ കാണുന്നുണ്ട് കേട്ടോ ഗൈസ്. അനിക്ക പറ്റി അനിക്കുണ്ടാക്കിയ മസാല അല്ലേ? അപ്പൊ നന്നായിട്ടുണ്ട് ഞങ്ങളല്ലേ പറയേണ്ടത്. അപ്പോൾ എനിക്ക് നമ്മൾ കൂടെ തമ്മേറുന്ന സമയത്ത് വന്നിട്ട് ഞാനുണ്ടാക്കിയാണ്, ഞാൻ പണ പോലെ ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ നിന്നാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന ഉടനെ നമ്മൾ ബിരിയാണി ആക്കി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കണം. അതിൻ്റെ പായസം വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ താലത്തിൽ കഴിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ താലത്തിലിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കുക. ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ പായസവും അതിനിടയിൽ കൂടെ റെഡിയാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർ വന്ന ഉടനെ കിടന്നുറങ്ങി. കാര്യം രാത്രി ഒട്ടുറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിള്ളേർ രണ്ടാളും കിടന്നുറങ്ങിയിരുന്നു. ആരൊക്കെ? ഐഷിയും ഫതുവയും കിടന്നുറങ്ങിയിരുന്നു. എണീറ്റപ്പോൾ വാപ്പി ഈദ് മുബാറക്കൊക്കെ പറഞ്ഞ് മൂന്നാൾക്കും പെരുന്നാൾ പടിയൊക്കെ കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ കൊടുത്ത് ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ പറയണം. നമുക്ക് ഈ പെരുന്നാൾ പടി കിട്ടിയതൊക്കെ പറയുന്നു. അപ്പോൾ റൂമിലാണ് വിരിച്ചത്. കാരണം നമ്മൾ ഹാളിനേലും സൗകര്യം റൂമിലാണ് എല്ലാവർക്കും കൂടി ഇരിക്കാനായിട്ട്, പായ വിരിക്കാനായിട്ട്. അപ്പോൾ റൂമിലാണ് നമ്മൾ ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. വന്ന പാടുമ്പോൾ ബിരിയാണി ഉണ്ടാക്കി. പിള്ളേർ എണീക്കണത് വരെ അവർ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു ഭക്ഷണം കഴിക്കണ നേരം വരെ. കാരണം അവിടവും കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ. കാരണം ഒട്ടുറക്കം സെറ്റായിട്ടില്ല. മൈലാഞ്ചിടലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ 2-3 ദിവസം ഫ്രീ ആയില്ലായിരുന്നു. നല്ല ബിസിയായിരുന്നു. എല്ലാവരും ബിസിയാണ്. അപ്പോൾ പിള്ളേർ ഉറക്കിയാൽ പിന്നെ ഞങ്ങൾക്ക് ഉറങ്ങുമ്പോൾ അവിടുന്ന് അവർ നോക്കിക്കോളുമല്ലോ. അപ്പോൾ നമ്മളത് റൂമിലിട്ടിട്ട് ദമ്മ് പൊട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇതൊന്നും ഇല്ലെങ്കിലും താലത്തിൽ വിരിഞ്ഞ കുട്ടികൾക്കൊക്കെ നമ്മൾ പ്ലേറ്റിൽ കൊടുത്തു. കാരണം എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാനുള്ളൊരു താലല്ലത്. 4 പേർക്ക് കഴിക്കാൻ പറ്റിയ താലാണ്. പിന്നെയും ഒരാളെ കൂടി പിന്നെയും കൂട്ടാം. അപ്പോൾ ആ താലത്തിൽ നമ്മളിങ്ങനെ എല്ലാം ഇട്ടു ഭക്ഷണമൊക്കെ കഴിച്ചു.
പിന്നെ അതേ പായസം നല്ല മധുരത്തോടുള്ള പായസം കുടിച്ച് മത്തായി കിടന്നുറങ്ങി. അന്നത്തെ ദിവസത്തെ പെരുന്നാൾ വിശേഷം കഴിഞ്ഞ് പിന്നെ 2, 3 നമ്മൾ സെപ്പറേറ്റ് ആണ് പോയത്. അപ്പോൾ നിങ്ങളെ പെരുന്നാളും നല്ല അടിപൊളിയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയും ബൈ ബൈ.